ഹോർമുസിന് ശേഷം ലോകത്തിന്റെ ചങ്കിടിപ്പ് കൂട്ടുന്ന മറ്റൊരു കടലിടുക്ക് ബാബൽ മന്ദേബ്. കഷ്ടി 30 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ കടലിടുക്ക് ഹോർമുസിനേക്കാൾ വീതി കുറവാണെന്ന് ഓർക്കണം. യമൻ എന്ന രാജ്യത്തിന് എളുപ്പം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നാണ് ബാബൽ മന്ദേബ്. മറുവശത്ത് ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയാണ്. അമേരിക്ക അടക്കം പല രാജ്യങ്ങൾക്കും ജിബൂട്ടിയിൽ മിലിറ്ററി ബേസ് ഉണ്ട്. ഇറാനോട് അടുത്ത ബന്ധം പുലർത്തുന്ന ഹൂത്തികൾക്ക് സ്വാധീനമുള്ള രാജ്യമാണ് യമൻ. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഇറാനോടൊപ്പം ചേർന്ന് ഹൂത്തികൾ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ബാബൽ മന്ദേബും തങ്ങൾ അടയ്ക്കുമെന്ന് ഹൂത്തികൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഏഷ്യക്കും യൂറോപ്പിനും ഇടയിൽ ദിവസവും ആയിരക്കണക്കിന് കപ്പലുകൾക്ക് പോകാനുള്ള എളുപ്പ വഴിയാണ് ചെങ്കടലും അതിന്റെ ഒരറ്റത്തുള്ള സൂയിസ് കനാലും. ഈ വഴി അടഞ്ഞാൽ പിന്നെ വ്യാപാരം നടക്കണമെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം മൊത്തം ചുറ്റിപ്പോകണം. ഭീമമായ ചെലവായിരിക്കും അതിന്റെ ഫലം. ചെങ്കടലിന്റെ മറ്റേ അറ്റത്താണ് ബാബൽ മന്ദേബ് എന്ന കടലിടുക്ക്. ചെങ്കടലിൽ തുറമുഖമുള്ള ഇസ്രായേലിനെയും സാമ്പത്തികമായി നേരിട്ട് ബാധിക്കും ഈ കടലിടുക്ക് ബ്ലോക്കായാൽ. ലോകത്ത് മൊത്തം നടക്കുന്ന വ്യാപാരത്തിന്റെ ഏകദേശം 12% ഈ കടലിടുക്ക് വഴിയാണ്. എണ്ണ മാത്രമല്ല, ഓട്ടോമൊബൈൽ, മെഷീനറി, കെമിക്കലുകൾ, എന്തിന് മരുന്ന്, ഭക്ഷണം ഒക്കെ ബ്ലോക്ക് ആവാൻ യമനിലെ ഹൂതികൾ വിചാരിച്ചാൽ ഇന്നത്തെ നിലയ്ക്ക് നടക്കും. യുദ്ധം ഒരു തമാശക്കളിയേ അല്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും എടുത്തുചാട്ടം നടത്തിയാൽ ലോകത്തിന്റെ സാമ്പത്തിക ക്രമം ഒന്നാകെ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്ന് ഇതുപോലെ എളുപ്പം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ബി ടു ഹാർട്ട് ഫോളോ ചെയ്യാം.